ഗുഡ് മോർണിംഗ്. ഫോർത്ത് മൊഡ്യൂളിലെ നെക്സ്റ്റ് ഒരു സബ് ടോപ്പിക്കിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതുവരെയായിട്ട് ഹസാർഡ്സിൽ നാച്ചുറൽ ഹസാർഡ്സും മാൻമെയ്ഡ് ഹസാർഡ്സ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മാൻമെയ്ഡ് ഹസാർഡ്സ് പറഞ്ഞു, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടോപ്പിക്കാണ് ഇനി വരുന്നത്. അപ്പോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അടുത്തൊരു മാൻമെയ്ഡ് ഹസാർഡാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് കാരണം ഉണ്ടാകുന്നൊരു അപകടമാണ്. A nuclear explosion occurs as a result of rapid release of energy from an intentionally high-speed nuclear reaction. അപ്പോൾ ഒരു ഹൈ സ്പീഡ് ന്യൂക്ലിയർ റിയാക്ഷന് അത്രയും ഫോഴ്സായിട്ടുള്ള എനർജിയുടെ റിലീസ് കാരണം ഉണ്ടാകുന്ന എക്സ്പ്ലോഷനെയാണ് നമ്മൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. മാക്സിമം ആ ഒരു 2 ലൈൻ അതുപോലെ പഠിച്ചു വയ്ക്കുക. എ ന്യൂക്ലിയർ റിയാക്ഷൻ ഒക്കെ ആസ് എ റിസൾട്ട് ഓഫ് ദ റാപ്പിഡ് റിലീസ് ഓഫ് എനർജി. അവിടെ ഉണ്ടാകുന്നത് പെട്ടെന്നുണ്ടാകുന്ന എനർജിയുടെ റിലീസാണ്. ഫ്രം ആൻ ഇൻറ്റൻഷനലി ഹൈ സ്പീഡ് ന്യൂക്ലിയർ റിയാക്ഷൻ, ഒരു ഹൈ സ്പീഡ് ന്യൂക്ലിയർ റിയാക്ഷനിലൂടെ വരുന്ന റാപ്പിഡ് റിലീസ് ഓഫ് എനർജി കാരണം ഉണ്ടാകുന്ന എക്സ്പ്ലോഷനെയാണ് നമ്മൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ദ ഡ്രൈവിംഗ് റിയാക്ഷൻ മേ ബി, അതിൽ വരുന്ന റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ന്യൂക്ലിയർ ഫിഷൻ ആവാം, അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു. ഒന്നെങ്കിൽ ന്യൂക്ലിയർ ഫിഷനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷനോ ആവാം, അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റേജ് കാസ്കാഡിങ് കോമ്പിനേഷൻ ഓഫ് ദ ടു. അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് മൾട്ടി സ്റ്റേജ് കാസ്കാഡിങ് കോമ്പിനേഷൻ ഓഫ് ദ ടു എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ന്യൂക്ലിയർ ഫിഷനോ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആവാം. അപ്പോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഇറ്റ് occurs as a result of a rapid release of energy from an intentionally high speed nuclear reaction. ആൻഡ് അതിൻ്റെ റിയാക്ഷനാണ് പിന്നെ പറയുന്നത്. ദ റിയാക്ഷൻ ക്യാൻ ബി ഫിഷൻ, ന്യൂക്ലിയർ ഫിഷൻ or nuclear fusion or the combination of these two. ഈ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആവാമെന്നാണ് പറയുന്നത്. ദെൻ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഹാപ്പൻസ് ഡ്യൂറിങ്. എപ്പോഴൊക്കെയാണ് ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ സംഭവിക്കാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, മിലിറ്ററി ഓപ്പറേഷൻ. നമ്മുടെ ആംഡ് ഫോഴ്സ് അല്ലെങ്കിൽ ആർമിയുടെ ഭാഗത്തു നിന്ന്, അവരുടെ മിലിറ്ററി ഓപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന്, വല്ല വാർ ടൈമിലോ അല്ലെങ്കിൽ അല്ലാതെ ഉള്ള സിറ്റുവേഷനിലോ ഉണ്ടാകുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ട്രൈ ചെയ്യുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു എക്സ്പ്ലോഷൻ, ആ ടൈമിലുണ്ടാകുന്ന എക്സ്പ്ലോഷൻസ് നമ്മൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് പറയും, അല്ലെങ്കിൽ അതാണ് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ദെൻ ന്യൂക്ലിയർ ടെസ്റ്റ് ഓർ എക്സ്പെരിമെൻറ്റ്സ് ക്യാരിഡ് ഔട്ട് ടു ഡിറ്റർമൈൻ ദ എഫക്റ്റീവ്നെസ്, yield ആൻഡ് എക്സ്പ്ലോസീവ് ക്യാപ്പബിലിറ്റി ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്. ഓക്കെ, അപ്പോൾ പിന്നെ പറയുന്നത് നമ്മൾ ഇപ്പോൾ വാറിനൊക്കെ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന കൺട്രീസ് ആവും. അപ്പോൾ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് എത്രത്തോളം എഫക്റ്റീവാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലോസീവ് കപ്പാസിറ്റി എത്രത്തോളം, അതിൻ്റെ എക്സ്പ്ലോസീവ് അത് പൊട്ടിത്തെറിക്കാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ന്യൂക്ലിയർ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവും. ആ ടൈമിനും ന്യൂക്ലിയർ എക്സ്പ്ലോഷൻസ് അതിന് സംഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ദെൻ ഡ്യൂ ടു ആക്സിഡൻറ്റ് ഇൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. പിന്നെ വേറെന്ന് പറയുന്നത് ആക്സിഡൻ്റലി ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലുണ്ടാകുന്ന അപകടങ്ങൾ കാരണമാണ്. ആക്സിഡൻറ്റ്സ് കാരണം അതും ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ്. ഫസ്റ്റ് വൺ, മിലിറ്ററി ഓപ്പറേഷൻ. രണ്ടാമത്, ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് എക്സ്പെരിമെൻറ്റ്സ് നടത്തുമ്പോൾ. മൂന്നാമത്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ എക്സ്പ്ലോഷൻസോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് നടക്കും. അപ്പോൾ ഇത് മൂന്നാണ് അതിൻ്റെ ഒരു സിറ്റുവേഷനായിട്ട് ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടക്കുന്ന ആ ഒരു ചാൻസസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞത്. അടുത്തൊരു സബ് ടോപ്പിക്കായിട്ട് വരുന്നത് വാറാണ്. നമുക്കറിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കൂ. വാർ ഈസ് എ സ്റ്റേറ്റ് ഓഫ് ആംഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സൊസൈറ്റീസ്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ സൊസൈറ്റീസ് തമ്മിലൊരു ആംഡ് കോൺഫ്ലിക്റ്റാണ്, ആയുധങ്ങൾ വെച്ചിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റാണ്, തർക്കത്തിനാണ് നമ്മൾ വാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി ക്യാരക്ടറൈസ്ഡ് ബൈ എക്സ്ട്രീം അഗ്രഷൻ. അത്രയും അഗ്രസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ളൊരു നേച്ചറായിരിക്കും, ആക്രമണ സ്വഭാവം അത്രയും കൂടുതലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ വാർ എന്ന് പറയുന്നത്. അഗ്രഷൻ, ഡിസ്ട്രക്ഷൻ ആൻഡ് മോർട്ടാലിറ്റി. അഗ്രഷൻ അത്രയും ആക്രമണം ഉണ്ടായിരിക്കും, ഡിസ്ട്രക്ഷൻ നാശനഷ്ടങ്ങൾ അത്രയും ലെവലിലുണ്ടായിരിക്കും, ആൻഡ് മോർട്ടാലിറ്റി മരണവും കൊലപാതകവും ഒക്കെ അത്രയും ലെവലിലുണ്ടായിരിക്കും. യൂസിങ് റെഗുലർ ഓർ ഇറഗുലർ മിലിറ്ററി ഫോഴ്സസ് യൂസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളതിന് വാർ എന്ന് പറയും. ആൻഡ് ആബ്സെൻസ് ഓഫ് വാർ ഈസ് യൂഷ്വലി കോൾഡ് ആസ് പീസ്. അപ്പോൾ വാറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ പറയുന്ന വേറൊരു ടൈമാണ് പീസ്, അല്ലെങ്കിൽ സമാധാനം, യുദ്ധവും സമാധാനം എന്ന രീതിയിൽ പറയുന്നു. വാർഫെയർ റെഫേഴ്സ് ടു ദ കോമൺ ആക്ടിവിറ്റീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടൈപ്സ് ഓഫ് വാർ ഓഫ് വാർസ് ഇൻ ജനറൽ. പിന്നെ അതിൽ വരുന്ന വേറൊരു വേർഡാണ് വാർഫെയർ എന്ന് പറയുന്നത്. വാർഫെയർ, ഓക്കെ, അതെന്ന് വെച്ചാൽ ഈ വാറിലുണ്ടാകുന്ന കോമൺ ആക്ടിവിറ്റീസാണ്, ആ ഒരു ആക്രമണങ്ങളെ തന്നെയാണ് വാർഫെയർ എന്ന് പറയുന്നത്.
വാറിൽ നടക്കുന്ന ഫൈറ്റ്സ് ആയാലും അഗ്രഷൻസ് ആയാലും വയലൻസ് ആയാലും അതിനെല്ലാം തന്നെയാണ് വാർഫെയർ എന്ന് പറയുന്നത്. Then total war is warfare that is not restricted to purely legitimate military targets and can result in massive civilians or other non-combustion casualties. ഓക്കെ, പിന്നെ പറയുന്നതാണ് ടോട്ടൽ വാർ എന്ന് പറയുന്നത്. അത് മിലിറ്ററി ടാർജറ്റിന് വേണ്ടി സ്വന്തം രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനോ അങ്ങനത്തെ വാറിനെയല്ല, മറ്റ് വാറുകളെയാണ്, യുദ്ധങ്ങളെയാണ് നമ്മൾ ടോട്ടൽ വാർ എന്ന് പറയുന്നത്. അത് സാധാരണ ജനങ്ങളെ ജീവനെയും സ്വത്തിനെയൊക്കെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മരണം സംഭവിക്കുന്ന ആ വാറിനാണ് ടോട്ടൽ വാർ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വാർ എന്ന് പറയുന്നത് പ്യുവർലി ലെജിറ്റിമേറ്റ് മിലിറ്ററി ടാർജറ്റ്സ് അല്ല എന്നാണ് പറയുന്നത്. മിലിറ്ററിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് തമ്മിലുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള വാറില്ല, മറിച്ച് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വാറിനെയാണ് ടോട്ടൽ വാർ എന്ന് പറയുന്നത്. ദെൻ ദ ഡെഡ്ലിയസ്റ്റ് വാർ ഇൻ ഹിസ്റ്ററി, ലോകത്ത് നടന്ന അല്ലെങ്കിൽ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയൊരു വാർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറാണ്. ഫ്രം 1939 to 1945 വരെ നീണ്ടുനിന്ന സെക്കൻഡ് വാർ എന്ന് പറയുന്നതാണ്. ആൻഡ് വിത്ത് 6 to 85 million ഡെത്ത്സ്, 60 മുതൽ 85 മില്യൺ ആൾക്കാർ വരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ എന്ന് പറയുന്നത്. അതിന് മുന്നേ ഫസ്റ്റ് വേൾഡ് വാർ 1914 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയത്, കാരണം സെക്കൻഡ് വേൾഡ് വാർ എത്തിയപ്പോഴേക്ക് രാജ്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡെവലപ്ഡായി പുതിയ വെപ്പൺസും എല്ലാം കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോൾ മരണവും അതിൻ്റെ ഒരു അപകടത്തിൻ്റെ ആ ഒരു യുദ്ധത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും കൂടുകയാണ് ചെയ്തത്. അപ്പോൾ വാർ എന്ന് പറയുന്നത് എന്താ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കാണിക്കുന്ന ഒരു അത്രയും തീവ്രമായിട്ടുള്ള ഹിസ്റ്ററിയിൽ പറയുന്ന ഒരു വാർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ ആണെന്നും പറഞ്ഞു. നൗ വാറിൻ്റെ കോസസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാരണമാണ് ഒരു വാർ സംഭവിക്കാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്. ഓപ്പോസിങ് ഇൻട്രസ്റ്റ് ആൻഡ് കാപ്പബിലിറ്റീസ്. സ്വാഭാവികമായിട്ടും വാർ എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായിരിക്കും. കഴിവുകളിൽ വരുന്ന വ്യത്യാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അഭിപ്രായം ഇൻട്രസ്റ്റും ഒപ്പീനിയൻസിനും വരുന്ന ഡിഫറൻസ് കാരണം ഉണ്ടാകുന്നതായിരിക്കാം. ദെൻ കോണ്ടാക്റ്റ് ആൻഡ് സാലിയൻസ്, പരസ്പരം എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്രമണ സ്വഭാവമുള്ള ആളുകളാകുമ്പോൾ അവരിൽ ഒരു പ്രത്യേകിച്ചൊരു പ്രേരണയില്ലാതെ ഉണ്ടാകുന്ന വാറുകളാവാം. ദെൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ദ ബാലൻസ് ഓഫ് പവറിൽ വരുന്ന ചേഞ്ച്. ഇപ്പോൾ ഒരു കൂട്ടർക്ക് അധികാരം കിട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റു കൂട്ടർക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ കാരണമാവാം. ഇൻഡിവിജ്വൽ പെർസെപ്ഷൻസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ചിന്താഗതികൾ കാരണം അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ് കാരണം നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഒരു ഇൻഡിവിജ്വലി വരുന്ന പ്രശ്നങ്ങൾ കാരണം ഓരോ വ്യക്തികൾക്ക് ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം ഈ പറയുന്ന പോലെ വാർ സംഭവിക്കാം. എ ഡിസ്ട്രക്റ്റഡ് സ്ട്രക്ചർ ഓഫ് എക്സ്പെക്റ്റേഷൻ, ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വരുന്ന ചേഞ്ചസ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും വീണെന്ന് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ. ദെൻ എ വിൽ ടു കോൺഫ്ലിക്റ്റ്, യുദ്ധം ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ അതിനോടുള്ള അല്ലെങ്കിൽ കുറേ പേരെ കൊല്ലണം അല്ലെങ്കിൽ ആക്രമണം നടത്തണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നത് കൊണ്ട് വരുന്ന വാറുകൾ. അതിൻ്റെ കോസസ് ആയിട്ട് പറയുന്നത് ഇത്രയാണ്, ഒരാറെണ്ണം. ഓപ്പോസിങ് ഇൻട്രസ്റ്റ് ആൻഡ് കാപ്പബിലിറ്റീസ്, കോണ്ടാക്ട് ആൻഡ് സാലിയൻസ്, ദെൻ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഇൻ ദ ബാലൻസ് ഓഫ് പവേഴ്സ്, ഇൻഡിവിജ്വൽ പെർസെപ്ഷൻ ആൻഡ് എക്സ്പെക്റ്റേഷൻ, എ ഡിസ്ട്രപ്റ്റഡ് സ്ട്രക്ചർ ഓഫ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ദ വിൽ ടു കോൺഫ്ലിക്റ്റ്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് വാറാണ്. എഫക്ട്സ് ഓഫ് വാറിൽ മെയിനായിട്ട് രണ്ട് കാര്യം നോക്കിയാൽ മതി. ഒരു സോൾജിയർ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രാജ്യങ്ങൾ തമ്മിലുള്ളൊരു വാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾജിയേഴ്സാണ് അതിൽ മെയിനായിട്ട് അവരാണ് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സോൾജിയറിനെ അതെങ്ങനെ ബാധിക്കും, അയാളുടെ ഫാമിലീനെ അതെങ്ങനെ ബാധിക്കും, അതാണ് ഒരു വാറിൻ്റെ. ഇപ്പോൾ നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് റിസൾട്ടായിട്ട് വരുന്നത് ആ ഒരു സോൾജിയറിനെ, അതിൽ പങ്കെടുത്ത ഒരു സോൾജിയറിനെ അയാളെ അതെങ്ങനെ ബാധിക്കും, അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അയാളുടെ ഫാമിലീനെ അതെങ്ങനെ ബാധിക്കും, അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദ എഫക്ട്സ് ഓഫ് വാർ ഓൺ സോൾജിയേഴ്സ് ഓഫൻ ഇൻവോൾവ് ഇമോഷണൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ്. അപ്പോൾ ഒരു സോൾജിയറിൽ ഈ വാർ എന്ന് പറയുന്ന അയാളെ ഇമോഷണലി ബാധിക്കാം, സൈക്കോളജിക്കലി അയാളെ മാനസികമായിട്ടും ബാധിക്കാം. ആസ് വെൽ ആസ് ഒബ്വിയസ് ഫിസിക്കൽ ഇഞ്ചുറീസ് ദാറ്റ് റിസൾട്ട് ഫ്രം കമറ്റ്. ഫിസിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് സ്വാഭാവികമാണ്, യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമ്പോൾ ഫിസിക്കൽ ഇഞ്ചുറീസ് ശരീരത്തിന് മുറിവ് പറ്റാന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അതല്ലാതെ അയാളുടെ മൈൻഡിനും അയാളുടെ ചിന്താഗതിയിലും അയാളുടെ ഒരു സൈക്കോളജിക്കലി മാനസികമായിട്ട് അയാൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ വാറിന് കൊണ്ട് സംഭവിക്കുന്നതാണ് പറയുന്നത്. മെനി സോൾജിയേഴ്സ് സഫർ ഫ്രം എ കണ്ടീഷൻ നോൺ ആസ്
പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അപ്പോൾ ഈ ഒരു കുറേ സോൾജേഴ്സ് സഫർ ചെയ്യുന്ന ഒരു ഡിസീസാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ PTSD എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സിവിയർ ട്രോമ. ഒരു കൺഫ്യൂഷനാണ്, അല്ലെങ്കിൽ ആ ഒരു വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വരുന്ന ഒരു ട്രോമയാണ്, മൈൻഡ് സെറ്റിൽ ഉണ്ടാകുന്ന ഒരു ട്രോമയാണ്. സോൾജേഴ്സ് എക്സ്പീരിയൻസിങ് ദിസ് കണ്ടീഷൻ ഓഫൻ ഹാവ് ഫ്ലാഷ് ബാക്സ് ഇൻ വിച്ച് ദേ റിലീവ് മൊമെൻറ്റ്സ് ഓഫ് ടെറർ. അപ്പോൾ അവർ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വാർ ഫേസ് ചെയ്ത് വന്നിട്ട് പിന്നെ അവർക്ക് വേറെ എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ബ്ലഡോ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് വരികയാണ്. ചിലപ്പോൾ അവർക്ക് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്സ് പറ്റിയിട്ടുണ്ടാവാം, അങ്ങനെ എന്താവും. എന്നാൽ പോലും ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക്സ് വരികയാണ് മൈൻഡിൽ എപ്പോഴും. അതങ്ങോട്ട് ഒരു ഷോക്കായിട്ട് നിലനിൽക്കുകയാണ്. അതിനാണ് പറയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ PTSD എന്ന് പറയുന്നത്. അപ്പോൾ സോൾജേഴ്സിന് ഒരു വാർ എന്ന് പറയുന്നത് ഫിസിക്കലി മാത്രമല്ല, ശാരീരികമായിട്ട് മാത്രമല്ല ബാധിക്കുന്നത്, അവരെ ഇമോഷണലിയും സൈക്കോളജിക്കലിയും ഒക്കെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ദ ഫാമിലീസ്, രണ്ടാമത് ഞാൻ പറഞ്ഞു ഫാമിലീസിന് അതെങ്ങനെ ബാധിക്കുന്നുള്ളതാണ്. ദ ഫാമിലീസ് ഓഫ് സോൾജേഴ്സ് ആർ അഫക്റ്റഡ് ബൈ വാർ ആൻഡ് മേ എക്സ്പീരിയൻസ് സെക്കൻഡറി ട്രോമാറ്റൈസേഷൻ. അപ്പോൾ ഇവർ പ്രൈമറി ട്രോമാറ്റൈസേഷനാണ്, കാരണം ഇവർ നേരിട്ട് ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തതാണ്. പക്ഷെ ഫാമിലി എന്ന് പറയുമ്പോൾ ഈ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഫാമിലിയിൽ അപ്പോൾ അയാളൊരു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അയാൾക്ക് എന്തെങ്കിലും പറ്റി, ഫിസിക്കലി എന്തെങ്കിലും പറ്റിയെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കതൊരു മെൻ്റൽ പ്രോബ്ലം തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രോമാറ്റൈസേഷൻ തന്നെ ആയിരിക്കും അവർക്കും ഫാമിലിയിലും. അത് ഈ പറയുന്ന പോലെ തന്നെ ഫിസിക്കലി ഇല്ലെങ്കിൽ പോലും ഇമോഷണലിയും സൈക്കോളജിക്കലിയും മെൻ്റലിയും ഒക്കെ അവരെ എഫക്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. Children with one or more parent deployed may experience nightmares and anxious behavior caused by constant worry. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും ആ ഒരു ടെൻഷൻ കാരണം പാരൻസ് ഇങ്ങനെ ആംഡ് ഫോഴ്സിലാണ്, അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി, വാറിൽ പങ്കെടുത്ത് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയെന്നുണ്ടെങ്കിൽ അതിൽ വരുന്നൊരു മെൻ്റൽ മെൻ്റലി അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ടെൻഷൻസും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വറീസൊക്കെ വരും. People who are living in areas that are affected by war are the innocent victims of combat, suffering physically and psychologically. ഇനി അവരല്ലാതെ ഈ വാർ നടക്കുന്ന ഏരിയയുടെ അടുത്ത് അവരാണ് ഇതിൻ്റെ ഇന്നസെൻറ്റ് വിക്ടിം എന്ന് പറയുന്നത്. കാരണം അവരതിലൊന്നും ചെയ്തിട്ടുമില്ല, പക്ഷെ അവരതിൽ ഭാഗമായി പോവുകയാണ്, ഈ വാർ നടക്കുന്ന ഏരിയയിലുള്ള ആളുകൾ. These people can lose loved ones as collateral damage and experience the horror of battle first hand. അപ്പോൾ അവരിതിലേക്ക് ഒന്നിലും പങ്കെടുക്കാനും വന്നവരല്ല, ഇതുമായിട്ട് അവർക്കൊരു ബന്ധം ഉണ്ടാവില്ല. എന്നാൽ പോലും അവർ സ്വയം നഷ്ടങ്ങളും വേണ്ടപ്പെട്ടവരെ ജീവൻ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ സ്വയം ആക്സിഡൻസും എല്ലാം സംഭവിക്കാം. If homes are lost, many of these people are forced to become refugees until their countries rebuilt. അപ്പോൾ ഒരു രാജ്യത്തെ തന്നെ മറ്റൊരു രാജ്യം ആക്രമിച്ച് കൈവശപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് വീട് നഷ്ടപ്പെടും. പിന്നെ അവർക്ക് ആ വീട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രാജ്യം വീണ്ടും അതിൻ്റെ പഴയ രീതിയിലേക്ക് മാറണം. അതുവരെ അവർ റെഫ്യൂജി ആയിട്ട് അല്ലെങ്കിൽ അനാഥരായിട്ട് അലഞ്ഞിതിരി നടക്കേണ്ടി വരുന്നൊരു കണ്ടീഷനായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് വാറിൻ്റെ എഫക്ട്സായി പറയുന്നത്. ഒന്ന് സോൾജേഴ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, രണ്ടാമത് അവരുടെ ഫാമിലീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രനെ എങ്ങനെ എഫക്റ്റ് ചെയ്യും, മൂന്നാമത് പറയുന്നത് ഈ വാർ നടക്കുന്ന ഏരിയയിലുള്ള ആളുകളെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതാണ് വാറിൻ്റെ എഫക്ട്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ എക്സ്പ്ലോഷനും വാറും ആ രണ്ട് ടോപ്പിക്സ് അതുവരെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ് ബേസ്ഡ് ഓൺ ഒറിജിനെ ബേസ് ചെയ്തിട്ട് ഡിസാസ്റ്റേഴ്സിനെ ഒരു 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ വാട്ടർ റിലേറ്റഡ്, സെക്കൻഡ് വൺ ക്ലൈമറ്റ് റിലേറ്റഡ്, മൂന്നാമത്തത് ജിയോളജിക്കൽ ഒറിജിൻ, നാലാമത്തത് കെമിക്കൽ ഓർ ഇൻഡസ്ട്രിയൽ ഓർ ന്യൂക്ലിയർ ബേസ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒറിജിനെ ബേസ് ചെയ്തിട്ട്. ഫസ്റ്റ് വൺ വാട്ടർ ബേസ്ഡ് ആണ്. അതിൽ 3 ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഫ്ലഡ്, ഫ്ലാഷ് ഫ്ലഡ് ആൻഡ് ഡ്രോട്ട്. വാട്ടറിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വെള്ളം കാരണം ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഒന്ന് ഫ്ലഡാണ്, രണ്ടാമത്തതും പറയുന്നത് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനാണ്, മൂന്നാമത്തെ ഡ്രോട്ട് വരൾച്ച എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഈ ക്ലൈമറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് വൺ സ്റ്റോം വരാം, പിന്നെ കൊടുങ്കാറ്റ് വരാം, പിന്നെ സ്റ്റോം സർജ്, തിരമാല കടലിലുണ്ടാകുന്ന ആ ഒരു കൊടുങ്കാറ്റിനെ സ്റ്റോം സർജ് എന്ന് പറയാം. ദെൻ എക്സസീവ് റെയിൻസ്, മഴ, അമിതമായിട്ടുള്ള മഴ, ദെൻ ടൈഡൽ വേവ്സ്, ദെൻ സൈക്ലോൺസ്, കൊടുങ്കാറ്റും ഈ ചുഴലിക്കാറ്റ് പറയുന്ന സംഭവങ്ങളൊക്കെ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഡിസാസ്റ്റേഴ്സാണ്, അപകടങ്ങളെയാണ് നമ്മൾ ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോം സർജ്, എക്സസീവ് റെയിൻസ്, ടൈഡൽ വേവ്സ്, സൈക്ലോൺസ് ഒക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്തത് ജിയോളജിക്കൽ ഒറിജിൻ വരുന്നതാണ്.
ഭൂമിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ എർത്തുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നത്. ഫസ്റ്റ് വൺ എർത്ത് കേക്കാണ്, ഭൂമികുലുക്കം എന്ന് പറയുന്നത്. ദെൻ സുനാമി, ലാൻഡ് സ്ലൈഡ്സ്, അവലാഞ്ചീസ് അല്ലെങ്കിൽ മഞ്ഞു പ്രവാഹം, മഞ്ഞു മല ഒഴുകി വരുന്നതിന് അത് കാരണം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും അതിൻ്റെ ബാക്കി ആഫ്റ്റർ എഫക്ട്സും. ദെൻ വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനം. അപ്പോൾ ജിയോളജിക്കൽ ഒറിജിനിൽ വരുന്നതാണ് എർത്ത് കേക്ക്. ദെൻ സുനാമി, ലാൻഡ് സ്ലൈഡ്സ്, അവലാഞ്ചീസ് ആൻഡ് വോൾക്കാനിക് എറപ്ഷൻസ്. ലാസ്റ്റ് വൺ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ഓർ ന്യൂക്ലിയർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സാണ്. കെമിക്കൽ ഗ്യാസ് ലീക്ക്, ഒന്നാമത് ഗ്യാസ് ലീക്ക് ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ. ലോ ഓക്സിജൻ ലെവൽസ്, ഓക്സിജൻ്റെ ലെവൽ കുറയുന്നത് കാരണം ഉണ്ടാകുന്നത്. കമ്പഷൻ ഓഫ് വേരിയസ് കെമിക്കൽസ്, പല കെമിക്കൽസ് ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്. ഫാളിങ് ഓഫ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ആൻഡ് മെഷീനറീസ്, സ്ട്രക്ചറൽ എലമെൻറ്റ്സ് ബിൽഡിങ്സ് അതൊക്കെ ഫാൾ ചെയ്ത് പോകുന്നത്. ദെൻ കണ്ടാമിനേഷൻ ഓഫ് നിയർ ബൈ എൻവയോൺമെൻറ്റ്, ഇതൊക്കെ കാരണം ഈ കെമിക്കൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ എലമെൻറ്റ്സ് കാരണം കണ്ടാമിനേഷൻ, മലിനപ്പെടുന്ന സറൗണ്ടിങ്സ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്. അത് എയർ പൊല്യൂഷൻ ആവാം, വാട്ടർ പൊല്യൂഷൻ ആവാം, ലാൻഡ് പൊല്യൂഷൻ ആവാം. അപ്പോൾ ഇത്രയാണ് ഡിസാസ്റ്റേഴ്സിനെ ഒറിജിൻ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വാട്ടർ റിലേറ്റഡും ക്ലൈമറ്റ് റിലേറ്റഡും ജിയോളജിക്കലി ഒറിജിനും ദെൻ കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് ന്യൂക്ലിയർ ബേസ്ഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്. അത് നോക്കാൻ പോകുന്നത് മേജർ ആക്സിഡൻറ്റ് ഹസാർഡ്സ് അല്ലെങ്കിൽ MAH എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. മേജർ ആക്സിഡൻറ്റ് ഹസാർഡ്. മേജർ ആക്സിഡൻറ്റ് മീൻസ് ആൻ ഇൻസിഡൻറ്റ് ഇൻവോൾവിംഗ് ലോസ് ഓഫ് ലൈഫ് ഇൻസൈഡ് ഓർ ഔട്ട്സൈഡ് ദ സൈറ്റ്, more injuries inside and outside of the site, release of toxic chemicals or explosion or fire of spillage of hazardous chemicals resulting in on-site or off-site emergencies. അപ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളതാണ്. അത്രയുള്ളൊരു നമുക്കറിയാം, ഒരു മൈനർ ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അത്രയും ഇൻവോൾവിങ് ലോസ് ഓഫ് ലൈഫ്, മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അത് ആ ഒരു ഏരിയയിൽ കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഔട്ട്സൈഡായിട്ടും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. റിലീസ് ഓഫ് ടോക്സിക് കെമിക്കൽസ്, ഇപ്പോൾ വേറെന്തെങ്കിലും ഇപ്പോൾ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് എക്സ്പ്ലോഷനോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് റിലീസായിട്ടുള്ള ആക്സിഡൻറ്റ്സ് ആവാം. അല്ലെങ്കിൽ ഫയർ, കാരണം കെട്ടിടത്തിലൊക്കെ തീ പിടിച്ചിട്ടുള്ള അങ്ങനത്തെ ആക്സിഡൻറ്റ്സ് ആവാം. സൈറ്റ് എമർജൻസീസ് ആൻഡ് ഓൾസോ കോസ് ഡാമേജ് ടു ദ എക്യുപ്മെൻറ്റ് വിച്ച് ലീഡ്സ് ടു ദ സ്റ്റോപ്പേജ് ഓഫ് പ്രോസസ് ഓർ അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ എൻവയോൺമെൻറ്റ്. അപ്പോൾ അതേപോലെ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവിടെ വരെ നമുക്കൊരു ലിമിറ്റേഷൻ കൊണ്ടുവരുന്ന അത്തരം ആക്സിഡൻസിനെയാണ് നമ്മൾ മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് എന്ന് പറയുന്നത്. കാരണം അൺകൺട്രോളബിളായിട്ട് അല്ലെങ്കിൽ അത്രയും വലിയൊരു എഫക്ട്സ്, ഹ്യൂജ് ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നത്, മരണമായാലും അത് കാരണം വരുന്ന കാഷ്വാലിറ്റീസിൻ്റെ എണ്ണമായാലും അങ്ങനെ വരുന്നതിനെ നമ്മൾ മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് എന്ന് പറയുന്നത്. അത്രയും വലിയ അപകടങ്ങൾ, മൈനർ ഉണ്ട് പക്ഷേ മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് എന്ന് പറയുന്നത് അത്രയും വലിയ ടോക്സിക് കെമിക്കൽസിൻ്റെ റിലീസായാലും അല്ലെങ്കിൽ ഒരുപാട് പേര് മരണപ്പെടുന്ന അങ്ങനെ ഏത് ആക്സിഡൻറ്റിന് നമ്മൾ മേജർ ആക്സിഡൻറ്റ് ഹസാർഡ് എന്ന് പറയും.